ശ്രീമതി ആശാ ഉണ്ണിത്താൻ, ഞാൻ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ എനിക്കൊരിടത്തു നിന്ന് നീതി കിട്ടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീണ്ട 8.5 വർഷക്കാലം, നേരത്തെ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞതുപോലെ ഒരു പാസ്പോർട്ട് കിട്ടുന്നത് വരെ കാത്തിരിക്കണം. ഇത് നോക്കൂ, 30കളുടെ തുടക്കത്തിലോ മറ്റോ സംഭവിച്ച ഒരു കാര്യം, ജീവിതത്തിന്റെ ഒരു നല്ല കാലം ഇതിന് ഫൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പറയുന്ന ഒരു സംഗതി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കോടതിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡിനെ കുറിച്ചുള്ള ഒരു വലിയ വിഷയം അത് തന്നെയാണല്ലോ ഇവർ പറയുന്നത്. എന്തിനാണ് അവരത് അന്വേഷിക്കുന്നത് വെച്ചാൽ, ഈ മെമ്മറി കാർഡ് ഒരു വിവോ ഫോണിൽ ആക്സസ് ചെയ്തു എന്ന് 1459 പേജിൽ കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അറിയുന്ന കാര്യമാണ്. അപ്പോൾ വിവോ ഫോണിൽ ഇത് ആക്സസ് ചെയ്ത ഡേറ്റ് പറയുന്നത്, കോടതി തന്നെ പറയുന്ന ഡേറ്റ് 19/7/2021 ആക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയവും കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് അല്ലാത്തൊരു ഡേറ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ജിയോ നെറ്റ്വർക്കുമായിട്ട് കണക്ഷനുള്ള ഒരു വിവോ ഫോണിൽ ഇട്ടു. ആ ഫോൺ ആരുടേതാണ് എന്ന് നമുക്കറിയില്ല, ഇതുവരെ അറിയില്ല. ഈ സമയത്ത് 2018 ജനുവരിയിലും ഡിസംബറിലും 2021 ജൂലൈയിലും 2018 ജനുവരിയിലും ഡിസംബറിലും 2021 ജൂലൈയിലുമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. അതെ, അപ്പോൾ അറിയാം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഒരെണ്ണം വിൻഡോസ് ഉള്ള ഒരു മറ്റേ കമ്പ്യൂട്ടറിലാണ്, പിന്നെ ഇട്ടിരിക്കുന്നത് മൊബൈലിലാണ്, അത് 12ലാണ്, പിന്നെ ഇട്ടിരിക്കുന്നത് വീണ്ടും മൊബൈലിലാണ്. അപ്പോൾ ഇത് ആരാണ് ഉപയോഗിച്ചത്? നമുക്ക് ഇത് എന്താ കാരണം എന്ന് ചോദിക്കുക. എന്ത് വിധി പറയട്ടെ, കോൺസ്പിറസിയിൽ ആര് വേണമെങ്കിലും കണ്ടെത്താതിരിക്കട്ടെ. നോക്കൂ, ഈ സ്ത്രീയുടെ ഈ സർവൈവറുടെ നേരെ നടത്തിയ ഈ ബ്രൂട്ടൽ അറ്റാക്കിന്റെ വീഡിയോ ആണ് ഇതെന്ന് കൃത്യമായി പറയുന്നു ജഡ്ജ്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ആരൊക്കെയോ ഫോണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ നിന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്തോ, അതിൽ എഡിറ്റ് ചെയ്തോ, കണ്ടന്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളാണ് ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് ഒരു ഫോണിൽ ഒരാൾ വീഡിയോ കാണുമ്പോൾ വേറെ ഫോൺ കൊണ്ടോ വേറെ ക്യാമറ കൊണ്ടോ അത് പകർത്തിയാൽ അതിൻ്റെ ഹാഷ് വാല്യൂ മാറില്ല, അതിൻ്റെ കണ്ടന്റ് മാറില്ല, അതിൻ്റെ ഒന്നും മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫോണിൽ ഇതുണ്ടായിരുന്നു. ഈ ഫോണിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ, ഇടാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം. അതായത് നമ്മൾ ഇത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രശ്നമുള്ള ഈ ഒരു സാധനം മരിച്ചു പോയാൽ പോലും ഇത് ഇവിടെ ഒരു ത്രെറ്റ് പോലെ കെടുക്കുകയാണ്. നമുക്കിത് ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ സുപ്രീം കോടതി വരെ പോയത്. അപ്പോൾ അതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? അയാൾ ഇത് ചോദിച്ച് സുപ്രീം കോടതി വരെ പോകുന്നു, കാണാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കോടതി കൊടുത്തു, അത് കഴിഞ്ഞിട്ടും പിന്നീടും ഇത് മറ്റുള്ള ഫോണിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഫെയർ ട്രയലും ഫെയർ ആയിട്ടുള്ള ഒരു സംവിധാനവും ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് എൻ്റെ ഒരു വിലപിടിപ്പുള്ള സാധനം ഒരു കോടതിയിൽ ഏൽപ്പിച്ചിട്ട് കോടതിയിൽ അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ കോടതിയെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ വിശ്വാസമല്ല, ഈ മൊത്തം സിസ്റ്റത്തിനെ തന്നെ എനിക്ക് വിശ്വാസമില്ല. ഈ കോടതി എന്നത് മാറ്റണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇവിടുന്ന് മാറിയേ പറ്റൂ. കാരണം ഇതിനെപ്പറ്റി അന്വേഷണം നടന്നു, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉണ്ടായി. ആർക്കെങ്കിലും എതിരെ നടപടി ഉണ്ടായോ? ഇല്ല. അത് കണ്ടെത്തിയാലല്ലേ നടപടി ഉണ്ടാവുക. കണ്ടെത്തിയതായിട്ട് നമുക്ക് ഉത്തരമില്ലല്ലോ. ആരുടെയാണ് ഫോൺ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. മാധു അറിഞ്ഞിട്ടുണ്ടോ? ആ വിവോ ഫോൺ ആരുടെയാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ വിവോ ഫോൺ എന്താ കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ശരി, അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ നഗ്നമായ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബ്രീച്ച്, ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. അത് ആ കുട്ടി കൃത്യമായി പറയുന്നു. എൻ്റെ നേരെ ഈ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ മുഴുവനും ഫണ്ടമെന്റൽ റൈറ്റിന്റെ ബ്രീച്ചാണ് എനിക്ക് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു ഫെയർ ട്രയൽ കിട്ടിയില്ല, എനിക്ക് ജസ്റ്റിസ് കോടതി നടപടികളിൽ തന്നെ ഉണ്ടായില്ല എന്ന് അവർ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത എനിക്കറിയില്ല. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെ ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് ചെയ്തിട്ടുള്ള നമ്മളുടെ വളയാർ കേസിലെ കുട്ടിയുടെ ട്രോമയാണോ വലുത്, അതിജീവിതം, ഇങ്ങനെയൊന്ന് തുലനം ചെയ്യാൻ എനിക്ക് അറിയില്ല മാധു.
അല്ല, അത് ആർക്കും ഇതൊരു അറിയാവുന്ന കഥയുമല്ല. കാര്യമല്ല. മാത്രമല്ല ആനയും കുതിരയും അതിലൊന്നും ഉള്ള അതിലൊന്നും ഒരു മണിക്കൂറുകൾ നോക്കാൻ പോയ മാറ്റിവെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലെ മറ്റു ശീലങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, മധുവിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, വാളയാറിലെ പെൺകുട്ടികളുടെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര സമയത്തിന് വേണ്ടി മാറ്റി വെച്ചതായി അദ്ദേഹത്തിന് അറിയുമോ? അടുക്ക രാജ ഉണ്ണിത്താൻ ഈ ചർച്ചകളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇനി വാളയാറിലെ കേസ് നിരന്തരം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കാത്തതൊന്നുമില്ല, നിരന്തരം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കാത്തൊന്നുമില്ല. അതിന്റെ കേസിന്റെ ഗതിയും ആ കേസിൽ പിന്നീട് സംഭവിച്ചതുമൊക്കെ ശരിയാണ്. അത് ആ നിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ അത് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്തകൾക്ക് വിരുദ്ധമായും ആദ്യഘട്ടത്തിൽ പോയ അന്വേഷണത്തിന് വിരുദ്ധമായും ഒക്കെയാണ് ആ വാർത്തകൾ പിന്നീട് വന്നത്. പക്ഷേ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് ബ്ലൈൻഡായി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല.